വെൽക്കം ടു ഓൾ. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ജൂണില് അഗ്നിവീർ GDന്റെ എക്സാം നടക്കാൻ പോവല്ലേ. അപ്പൊ അതില് മാത്സിൽ വരുന്ന സിലബസ്, അതായത് മാത്സിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അല്ല എന്തൊക്കെ ടോപ്പിക് വരുന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് 3 ടോപ്പിക്കാണ് പ്രധാനമായിട്ടും അഗ്നിവീർ GDയിൽ വരുന്നത്. ഒന്നാമത് ജനറൽ നോളജ് ആണ്, രണ്ടാമത് ജനറൽ സയൻസ് ആണ്, മൂന്നാമത് മാത്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ജനറൽ നോളജിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 30 മാർക്കാണ് അതിൽ കിട്ടുന്നത്. അതായത് ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വെച്ചിട്ട്. ജനറൽ സയൻസിന് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ജനറൽ സയൻസിനാണ്. ജനറൽ സയൻസിന് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാർക്ക് വരുന്നത് 40 ആണ്. മാത്സ് നമുക്ക് 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാർക്ക് വരുന്നത് 30 ആണ്. പാസ് മാർക്ക് നിങ്ങൾക്ക് ടോട്ടലി 32 ആണ് വേണ്ടത്. 32 നോക്കി നിങ്ങൾ നിൽക്കേണ്ട. മാക്സിമം എത്രത്തോളം സ്കോർ ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ്. മാത്സ് നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 30 മാർക്കുണ്ട്. ആരും മാത്സ് പേടിയാണെന്ന് വിചാരിച്ച് മാറ്റി നിർത്തേണ്ടതില്ല. കാരണം നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് മാത്സ് എന്നുള്ളത്. കാരണം അവിടെ കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അത് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്കവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അല്ലേ? നമുക്ക് മാത്സിൽ പ്രധാനപ്പെട്ട് 4 ഏരിയാസ് ആണ് വരുന്നത്. ഒന്ന് അരിത്തമെറ്റിക് വരുന്നുണ്ട്, ആൾജിബ്ര വരുന്നുണ്ട്, അതുപോലെ ജോമെട്രി വരുന്നുണ്ട്, പിന്നെ വരുന്നതാണ് മെൻസുറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 4 ടോപ്പിക്കാണ്, 4 സെക്ഷൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. 4 സെക്ഷൻസ് കുറച്ചധികം ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പൊ ഈ 4 സെക്ഷൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഏതൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അരിത്തമെറ്റിക് ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു പോർഷൻ വരുന്നത്. അവിടെയാണ് കുറച്ച് കൂടുതൽ ടോപ്പിക്ക് കടന്നു വരുന്നത്. അപ്പൊ അരിത്തമെറ്റിക്കിലെ കേസിൽ വരുന്ന ഒരു 10-12 ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്താണ് കൺസിസ്റ്റിംഗ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് HCF ആൻഡ് LCF വരുന്നുണ്ട്, ഡെസിമൽ ഫ്രാക്ഷൻ ഉണ്ട്, സ്ക്വയർ റൂട്ട്സ് ഉണ്ട്, പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, യൂണിറ്ററി മെത്തേഡ്, ടൈം വർക്ക് ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇങ്ങനെ ഒരു 10-12 ടോപ്പിക്കാണ് നമുക്ക് അരിത്തമെറ്റിക്കിന്റെ ടൈമിൽ വരുന്നത്. ഓക്കെ. പിന്നെ അടുത്ത് വരുന്നതാണ് ആൾജിബ്ര എന്ന് പറയുന്നത്. ആൾജിബ്ര കുറച്ച് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ബേസിക് ഓപ്പറേഷൻസ് ആൻഡ് ഫാക്ടറൈസേഷൻ വരുന്നുണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നുണ്ട്. ഈ 2 ടോപ്പിക്കാണ് ആൾജിബ്രന്റെ കേസിൽ വരുന്നത്. പിന്നെയാണ് ജോമെട്രിയിൽ നമുക്ക് ലൈൻസ് ആൻഡ് ആംഗിൾസ് ഉണ്ട്, ട്രയാംഗിൾസ് ആൻഡ് ക്വാഡ്രിലാറ്ററൽസ് ഉണ്ട്, പാരലോഗ്രാംസ് ആൻഡ് സർക്കിൾസ് അവിടെ വരുന്നുണ്ട്. പിന്നെയാണ് വരുന്നത് മെൻസുറേഷൻ നമുക്ക് അതിലും കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, പഠിക്കാൻ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏരിയ ആൻഡ് പാരാമീറ്റേഴ്സ് ഓഫ് സ്ക്വയർസ് വരുന്നുണ്ട്, റെക്ടാംഗിൾസ് ആൻഡ് പാരലോഗ്രാം ആൻഡ് സർക്കിൾസ് വരുന്നുണ്ട്, വോളിയം ആൻഡ് സർഫസ് ഏരിയ ഓഫ് ക്യൂബ് ഉണ്ട്. പിന്നെ വരുന്ന ക്യൂബോർഡ്സ്, കോണ്, സിലിണ്ടേഴ്സ് ആൻഡ് സ്പിയേഴ്സ്. ഇത്രയും ടോപ്പിക്കാണ് ഈ ഒരു 4 സെക്ഷന്റെ അണ്ടറിലായിട്ട് നമുക്ക് വരുന്നത്. സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പഠിക്കാനായിട്ട്. അത് മാത്സിന്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് പഠിക്കണ്ട. ഇക്വേഷൻ നമ്മൾ കാണാപ്പാടം പഠിച്ചേ പറ്റുള്ളൂ. ഒരു 100 ഇക്വേഷൻസ് ഉണ്ട്. 100 കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണ് പഠിക്കുന്നത്, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. അത് നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾക്ക് മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതെന്റെ കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളത്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന മെത്തേഡ് വഴി നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് മാത്സിൽ സ്കോർ ചെയ്യാം. ഓക്കെ. ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കിട്ടുന്നതാണ്. അല്ലാതെ തന്നെ ഒരു കോഴ്സായിട്ട്, ഒരു അഗ്നി എന്നുള്ളൊരു കോഴ്സായിട്ട് അഗ്നിവീർ GDന്റെ ക്ലാസ്സുകൾ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ഉണ്ടായിരിക്കും, കറക്റ്റ് ആയിട്ടുള്ളൊരു പാത്ത് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് എപ്പോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അതിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒരു 70 days കോഴ്സാണ്. ഒരു 2000 rupees മാത്രമേ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും ഈ എക്സാം പാസ് ആവാനുള്ള രീതിയിലാണ് ആ ഒരു കോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ.